കൊണ്ടോട്ടിന്ന് കുഞ്ഞാപ്പവും ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. റസാക്കേ, പപ്പനോട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലിം എടുത്ത് വെക്കാൻ പറ. ലോകന്മാർ അതടിച്ചോണ്ട് പോകും. ഇവരാണോ ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയ പാർട്ടികൾ? ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നില്ല, അവനാണ് കുഞ്ഞാപ്പു. അവന്റെ നിപ്പും ഭാവമൊക്കെ ഉണ്ടാ തോന്നും അവനാണ് മമ്മൂട്ടിയെ സ്റ്റാറാക്കിയത്. ഇവൻ നമ്മുടെ പുളിയാങ്കുന്നിലെ നബീസുമാന്റെ മോനാ. ആള് മഹാജഗല. നിങ്ങളുടെ ഫാനാവാൻ പറ്റിയ ആളാ. മൊറയൂർ ഹൈസ്കൂളിൽ ഇവന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിട്ടും ജീപ്പ് ഓടിച്ച് നടക്കുക. പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് ഈ കൊല്ലം BA കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർത്തത്. ഇല്ലടാ, അതൊക്കെ നല്ല കാര്യം. നമുക്ക് ഇക്കയുടെ സിനിമ വല്ലതും മോശമായ എന്നെ വിളിച്ച് ചീത്ത പറയും. ഇവൻ ആവേശം കയറിയ സിനിമയിലെ മമ്മൂട്ടിയേക്കാളും കഷ്ടമാണ്. വെറുതെ ആവശ്യമില്ലാതെ നാട്ടുകാരെ ശത്രുത മുഴുവൻ വലിച്ചു വയ്ക്കും. അപ്പോൾ ഫാൻസുകാരെ പറഞ്ഞു വിടുന്നോ അതോ നമ്മൾ സീൻ വായിക്കുന്നോ? ഫാൻസുകാർ കഴിഞ്ഞിട്ടേ നമുക്ക് എന്തോ ഉള്ളൂ. ഒരു പടം കഴിഞ്ഞാൽ താൻ വേറെ ആളെ അന്വേഷിക്കും. അവന്മാർ എന്നും ഉണ്ടാവും നമ്മുടെ കൂടെ. ഞാനവരൊന്ന് പറഞ്ഞു വിട്ടു. എങ്കിൽ ശരി. എന്ത് പുലിവാല് പറ്റാടാ ഇപ്പോൾ വന്നിരിക്കുന്നത്? 1 വേ ടിക്കറ്റിന്റെ 100ാം ദിവസം മമ്മൂക്കെ മഞ്ചേരിയിലേക്ക് ക്ഷണിക്കാൻ വന്നത്. നടന്നതന്നെ. ആ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഞങ്ങള് എല്ലാവരും ഉണ്ട്. മനുഷ്യന്റെ മനസമാധാനം കെടുത്താൻ ഇപ്പൊ എന്ത് പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്? നീയൊക്കെ ആരാന്നാ നിന്റെയൊക്കെ വിചാരം? തെമ്മാടികളോ അതോ തെരുവ് കൊണ്ടാണോ? എടാ, സംഘടനാ പ്രവർത്തനത്തിലായാലും ശരി, വ്യക്തി ജീവിതത്തിലായാലും ശരി, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അത് ആദ്യം പഠിക്കും. അല്ല മമ്മൂക്ക, മഞ്ചേരിയിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്താ പിന്നെ ഞങ്ങള് മഞ്ചേരി പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ? എടാ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ തീരുമാനിക്കും ഈ പടം എപ്പോൾ എവിടെയൊക്കെ റിലീസ് ചെയ്യണമെന്ന്. അന്ന് അവിടെ ഇരുന്ന CA ഞാൻ പറയുന്ന പോലെ കേട്ടു. എല്ലായിരുന്നെങ്കിലോ? ഞങ്ങള് ജയിലിൽ കിടന്നേനെ. മറ്റാർക്കും വേണ്ടിയല്ലോ, മമ്മൂക്കയ്ക്ക് വേണ്ടിയല്ലേ. അഹങ്കാരി. എടാ, ആളുകളെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ചീത്ത എന്ന് പറയിപ്പിക്കാൻ ഈ സമയം മതി. എന്നാ നിന്റെ പരീക്ഷ? ഒക്ടോബറിലാണ്. ഇതിപ്പോ ഓഗസ്റ്റ്. പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. ഞങ്ങൾക്ക് വരാവോ? നല്ലൊരു തമാശ. എന്താണ് നിന്റെ വയറ് വീർത്തിരിക്കുന്നത്? വയറ് നിറച്ച് ലിവറാ. എന്തിന്റെ പോത്തിന്റെ? അല്ല, അത് 1 വേ ടിക്കറ്റിന്റെ 100ാം ദിവസം മമ്മൂക്കായെ മഞ്ചേരിക്ക് കൊണ്ടുവന്നേക്കാമെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്താ വന്നിരിക്കുന്നത്. അല്ലടാ, വാക്ക് കൊടുത്ത നിങ്ങളല്ലേ, ഞാനല്ലോ. നീ എന്താടാ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അത് പറയാമെന്ന് പറയാൻ സമ്മതിക്കില്ലല്ലോ മമ്മൂക്ക. സമ്മതിക്കില്ല? ആര്? 100ാം ദിവസം മമ്മൂക്ക വന്നേ പറ്റൂ. ഞാൻ വരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഇത്തവണ എന്താ പരിപാടി? ഇത്തവണ ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഓട് മേഞ്ഞു കൊടുക്കുന്നു മമ്മൂക്ക. അപ്പൊ ഹോസ്പിറ്റൽ സർവീസ് ഒക്കെ നിർത്തിയോ? അത് 2 വർഷമായിട്ട് നടക്കല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിർദ്ധനരായ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം കലാഭൂമണിയല്ലേ ഉദ്ഘാടനം ചെയ്തത്? മമ്മൂക്ക് ഓർക്കുന്നില്ലേ? ഇതിനൊക്കെ കാശ് എവിടുന്ന? കാശ് ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സേവനം ചെയ്യാനുള്ള വരുമാനമൊക്കെ നിങ്ങൾക്കുണ്ടോ? കാശ് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടോ നമുക്ക്? പിരിവിനിറങ്ങാത്തൊരു കുഴപ്പമുള്ളൂ. അല്ല നമുക്ക് ഈ പടം ഫാമിലിയാണ്. ഇല്ല, ഫാമിലി ഇല്ല. ഞാൻ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. അല്ല, കുടുംബകഥയാണെന്ന് ചോദിച്ചത്. കുടുംബകഥയാണോന്ന് അറിയില്ല. കുടുംബത്തിന് കാണാൻ കൊള്ളാവുന്ന കഥയാണെന്ന്. ഇക്കൊല്ലം ഞങ്ങൾക്ക് ഒരു ആക്ഷൻ വേണം. ആക്ഷൻ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. എങ്ങനെയുണ്ടോ അതിന്റെ വെള്ളോടിയൊക്കെ? ഇല്ല, അങ്ങനെ ഒന്നുമില്ലേക്ക. അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടോട്ടിന്ന് ഒരു ബാറിൽ നിന്ന് ഒരു തുള്ളി കള്ളു പോലും ആരും എനിക്ക് തരത്തില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ദുബായിൽ നിന്റെ അളിയന്റെ കത്തൊക്കെ വരാറുണ്ടോ? അവരുടെ വീട് പണിയാ വണ്ടൂര്. വിളിക്കുമ്പോഴൊക്കെ മമ്മൂക്കാക്ക് തരാനുള്ള കാശിന്റെ കാര്യം മറിച്ചില്ല. പിന്നെ അവര് പറയട്ടെ, അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ? അതും കൊടുക്ക്. കുറച്ച് ചിപ്സാ നമ്മുടെ ഇസ്മയിലിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച. എല്ലാവർക്കും കൊടുക്ക്. മുഴുവൻ തീർത്തില്ലേ ബാക്കി ജോർജിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഷോട്ട് അടി. അപ്പൊ കാണാം. അല്ല നമുക്ക് ആ 100ാം ദിവസം ഫംഗ്ഷന്റെ കാര്യം ഡേറ്റ് നീ ജോർജിനെ വിളിച്ചു പറഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം. പണം വരും പോവുമയ്യ. ചോർച്ചമായുള്ള കൈയാണ്. ലവ് പണ്ണവർക്ക് തേനാണ്, പിണങ്ങിയാലത് നാഗമാണ്. കാര്യത്തിന് വിളിച്ചാ കിട്ടില്ല. സത്യ മൊബൈലിൽ വിളിച്ചാൽ കിട്ടാറില്ല കുഞ്ഞാപ്പൂനെ. രേഖ കള്ളം പറയില്ലയ്യ. ഏത് രേഖയാ? സിനിമാന്റെ രേഖയോ അതോ നമ്മുടെ ചക്കൂരക്കര പോലീസുകാരന്റെ മകളുടെ രേഖയോ? ശാസ്ത്രത്തെ ഇൻസൾട്ട് പണ്ണാതയ്യ. ഇവരോட മംഗല്യ രേഖ തെളിഞ്ഞു വന്നിருக்கு. വരികയാണല്ലോ. കുഞ്ഞാപ്പു ഫാസ്റ്റ് ടീമാ. നീ ഞങ്ങളെ ആരെ അറിയിക്കാത്ത കല്യാണം അങ്ങ് നിശ്ചയിച്ചു അല്ലേ? കല്യാണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞാലും വലിയ കഷ്ടമായി പോയിട്ടോ. എന്താ കല്യാണം കഴിക്കാൻ തീരുമാനം? അതല്ല, പിന്നെ രഹസ്യമാക്കി വെച്ചത്. ഏതായാലും പെണ്ണ് കൊള്ളാം, പിടിക്കുക. ഏത് പെണ്ണ്? നീ പിന്നെ ഉരുണ്ട് കളിക്കുക. പെണ്ണും പെണ്ണിന്റെ ഉപ്പാനും കൂടി നിന്റെ കുടിയിലേക്ക് പോയിട്ടുണ്ട്. ആ സക്കാത്ത് ബീരാനിക്കേണ്ട കൂടെ. സക്കാത്ത് ബീരാനിക്കേണ്ട കൂടെ പെണ്ണോ? നീ അടുത്തെങ്ങാനും ബീരാനിക്കാരുടെ പെണ്ണ് കാണാൻ പോയാ? ഇല്ലടാ. അപ്പൊ പെണ്ണിനെ കാണിക്കാൻ കൊണ്ടുവന്നതായിരിക്കും. അയാൾ ആ ടൈപ്പ് ഒന്നും അല്ല. ബീരാനിക്ക ഫോട്ടോ കാണിക്കൽ നിർത്തി ഇപ്പൊ പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടേ കാണിക്കുന്ന രീതി തുടങ്ങിയതാ കേട്ടോ. വലിയ വലിയ സിറ്റിയിലൊക്കെ ഇപ്പൊ അങ്ങനെ. നമുക്ക് വെക്കം വീട്ടിലേക്ക് എങ്ങനെയല്ലാം, അല്ലെങ്കിൽ അതവരെ ഉറപ്പിക്കുവേ. ഇവളുടെ നിക്കാഹ് പഠിച്ചോൻ അറിയിച്ച നമ്മ നടത്തും. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ബീരാനെ? എന്തായാലും ബീരാനിക്കട ഈ പരിപാടി കൊള്ളാം. മറ്റേത് ഫോട്ടോ കാണുക, പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോവുക, ഇതൊന്നുമില്ല.
പെണ്ണിനെ വീട്ടിൽ കൊണ്ടേ കാണിക്കും. ഇഷ്ടപ്പെട്ട അപ്പ കല്യാണം. നോക്കണ ഓരോ പരിഷ്കാരങ്ങളെ. എടാ അത് നമ്മുടെ കൂടെ പഠിച്ച കുട്ടിയാ, ഇക്ബാൽ മാഷിന്റെ മോള്. കുഞ്ഞാപ്പൂ പെണ്ണ് തരക്കേടില്ല കേട്ടോ. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അവരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പറ്റാ. ആ ദേ വന്നല്ല നമ്മുടെ പുയ്യാപ്പള. എടാ ഞാൻ ഒന്ന് പറയട്ടെ. ജഹാംഗീറിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പേരെന്ന് പറഞ്ഞേ. ഖദീജ അല്ല കബർനിസ. അല്ല ആ കുട്ടി ഓനെ എന്ത് ഗീർന്നാ വിളിച്ചത്? ജഹാംഗീർന്ന് അവന്റെ സ്കൂളിലെ പേര്. പണ്ടാറടങ്ങാ ഇതൊന്നും നേരത്തെ പറയണ്ടേ? ഈ ലാസ്റ്റ് അവസാനം ആലോചിച്ച പെണ്ണ് പോലും പേരിന് പരിഷ്കാരം പോരാന്ന് പറഞ്ഞാ മാറിയത്. ഈ കുഞ്ഞാപ്പൂ എന്ന പേരില്ലേ ഒരു ബെടക്ക് പേരാന്നേ. ചന്ദ്രല്ലേ? ചന്ദ്രന് നല്ല മാറ്റണ്ട്. അതെങ്ങനെ മാറാതിരിക്കും? ഈ ചന്ദ്രനെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മാഷേ നമ്മുടെ കാഞ്ഞിരത്തുമെന്ന് വീണ് മരിച്ച ശിവരാമൻ നായരില്ലേ? ആ നമ്മുടെ കച്ചേരി പണിക്കാൻ ചായക്കളർത്തിട്ട് പാലില് വെള്ളം ചേർത്തതിന് പോലീസുകാർ പിടിച്ചിട്ട് പോയാ. നിങ്ങളുടെ കാഞ്ഞിരത്തെന്നല്ല, ഞങ്ങളുടെ സ്വന്തം കാഞ്ഞിരത്തെന്നാ വീട് മരിച്ച്. എന്റെ അച്ഛന്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് കട്ടിലെ കിടന്ന് ഡീസന്റ് ആയിട്ട് മരിച്ചു. അതിലൊരാളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഈരാനിക്കായ്ക്ക് ചവണക്കാരായാലും കൗസല്യ ടീച്ചറിന്റെ കൊച്ചുമോനാ അല്ലേടാ കുഞ്ഞാപ്പൂ. ഓരോരോ അതിശയങ്ങളെ ഇവന്റെ കുടുംബത്തിലുണ്ട് ഒരു ടീച്ചർ. പിന്നെ കുഞ്ഞാപ്പൂ ഈ വരുന്ന 17 നിക്കാഹ്. അയ്യോ അത് പിന്നെ മാഷെ ഞാൻ ബീരാനിക്കയോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇവ പണ്ട് എങ്ങനെയാ നിക്കാഹത്ത് കണ്ട ഓൻ ബേജാറാവും. ആ മാഷ് അറിയിക്കോളി ഒത്തിരി ക്ഷണങ്ങളുള്ള. അത് മാഷെ അല്ല ഇവിടുത്തെ ഒരു അവസ്ഥ. കുഞ്ഞാപ്പൂ അത് അതെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല. എനിക്ക് സമ്മതമാണെന്ന് പറയാ. ഓരോരോ മോളുടെ കല്യാണം കഴിച്ചു വിടുന്നതിന് ഈ എന്തിനെതിര് പറയണ കുഞ്ഞാപ്പൂ? ഞാൻ കിട്ടൂല. ഇന്നോട് കെട്ടാൻ ആര് പറഞ്ഞു? അപ്പൊ പുതിയാപ്പള ഞാനല്ലേ? നീ ആദ്യം നിന്റെ പേര് മാറ്റിയേ കുഞ്ഞാപ്പു. എടാ മാഷിന്റെ മോളെ നിക്കാഹ് നിന്നെ ക്ഷണിക്കാൻ വന്നതാ. ഓ കല്യാണം വിളിക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കാൻ വന്നാണ്. ഓ കല്യാണപ്പുരി എന്ന് പറഞ്ഞ ഒരു പകുതി വേണം. ഇത് പാർട്ടിന്റെ ജില്ലാ സമ്മേളനം പോലെ ആൾക്കാർ വരുന്നു തിന്നുന്നു. മാഷേ ബാത്തിമാന്റെ കോളേജിൽ നിന്ന് ഒപ്പനക്കാര് വന്നില്ലേ? അവരോട് വരാൻ പറ. കുഞ്ഞാപ്പോ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതിയാ. ആ ചെണ്ടയും മത്തലൊക്കെ ഇട്ടോ ഒന്ന് ഉസാറാക്കടാ. അത് നമ്മളെ വാടാ. ആഹാ നിങ്ങൾ ഒപ്പനക്കാരൊക്കെ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കാ. അങ്ങോട്ട് ചെല്ലേ പോട്ടെ. ആ